വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ അതേ സിലബസുള്ള അസിസ്റ്റൻ്റ് ടൈം കീപ്പർ മെയിൻസിൻ്റെ ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോയിൽ വെച്ചായിരുന്നു. 18ാമത് ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് നടക്കാൻ പോണേ? ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് പറഞ്ഞത്? ഡെൽഹൌസിയാണ് പറഞ്ഞത് അവധിനെ പറ്റിയിട്ട്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? യങ് ഇന്ത്യ, മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധര തിലക്, ദ ലീഡർ മോത്തിലാൽ നെഹ്റു, കോമൺവെൽത്ത് ആനി ബെസന്റ്. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ദ ലീഡർ എന്ന് പറയുന്നത് മദൻ മോഹൻ മാളവ്യയുടെ ബുക്കാണ്, അല്ലാതെ മോത്തിലാൽ നെഹ്റുവിൻ്റെ ബുക്ക് അല്ല. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ബാക്കി 3 എണ്ണമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? 1949 ഒക്ടോബർ 1 ജനകീയ ചൈന നിലവിൽ വരുന്നത്. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. പതിവ് കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കാരനായി അറിയപ്പെട്ടു. ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഡച്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കാരൻ എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാനാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നുള്ളത് ശരിയാണ്. പതിവ് കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ എ വരും. താഴെ പറയുന്നവയിൽ മൂഷക വംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് ഇത് രചിക്കുന്നത്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പേ രചിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ശരിയാണ്. മൂഷക വംശ മഹാകാവ്യം അതുലൻ്റേതാണ്. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്ത് തന്നെയാണ് ഇത് 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്നത്. രാജതരംഗിണി എന്ന ഗ്രന്ഥം 12ാം നൂറ്റാണ്ടിൽ കശ്മീർ രാജാക്കന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കൽഹണ രചിക്കുന്നതാണ്. ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗ രൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളുടെ ഏത് തരംഗമാണ് തരംഗ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? പ്രാഥമിക തരംഗം, ദ്വിതീയ തരംഗം, പ്രതല തരംഗം. ഇവിടെ ഉത്തരം വരുന്നത് പ്രാഥമിക തരംഗമാണ്. തരംഗദിശയ്ക്ക് സമാന്തരമായിട്ട് പാരലലായിട്ട് വരുന്ന തരംഗം ഏതാണെന്നാണ് ചോദിച്ചത്. പ്രാഥമിക തരംഗം അല്ലെങ്കിൽ പ്രൈമറി വേവ്സ് ആയിരുന്നു സമാന്തരമായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ പോകും? ഇത് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും ഒരേപോലെ സഞ്ചരിക്കുന്ന വേവുകളാണ്. ഇനിയും ദ്വിതീയ തരംഗങ്ങളാണെങ്കിലോ പെർപെൻഡിക്കുലറായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ലംബമായിട്ടായിരിക്കും കമ്പനം സൃഷ്ടിക്കുന്നത്. ഈ ദ്വിതീയ തരംഗങ്ങൾ എല്ലാ മാധ്യമങ്ങളിലൂടെ പോകുമോ? ഇല്ല. സോളിഡ്സിലൂടെ മാത്രമേ ദ്വിതീയ തരംഗങ്ങൾ സഞ്ചരിക്കത്തുള്ളൂ. നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിലൊന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികൾ കണ്ടെത്തുക. നർമ്മദ, കാവേരി, പെരിയാർ, മഹാനദി. നമുക്ക് ഇവിടെ കാവേരിയും മഹാനദിയും ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികളാണ്. നമുക്കറിയാം ഇത് ബേ ഓഫ് ബംഗാളിലോട്ടാണ് ചെന്ന് ചേരുന്നത്. 1:50,000 സ്കെയിലുള്ള ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൽ 2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 1:50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 50,000 സെൻറ്റിമീറ്ററിന് തുല്യമാണ്. അതായത് 500 മീറ്ററിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ എത്ര ആയിരിക്കും? 500 × 2 ആയിരിക്കും. 1000 മീറ്റർ എന്ന് വരും. ഈ 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോമീറ്റർ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 കിലോമീറ്റർ ആയിരിക്കും. താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ കൂടെ ഉള്ളതാണ്. സാദിയ ധൂബ്രിയെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നാഷണൽ വാട്ടർവേ 2 പോകുന്നത്. ഈ കൊല്ലം കോട്ടപ്പുറം എന്താണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. ഹാൽദിയ അലഹബാദോ ഗംഗയിൽ കൂടുള്ള നാഷണൽ വാട്ടർവേ 1 ആണ്. കാക്കിനാഥ രാജമുദ്രിയോ നാഷണൽ വാട്ടർവേ 4 ആണ്.
താഴെ തന്നിരിക്കുന്ന ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് 4 ജില്ലകളുമായി അതിർത്തിയുണ്ട്. കൊല്ലം ജില്ലയ്ക്ക് 3 ജില്ലകളുമായി അതിർത്തിയുണ്ട്. വയനാട് ജില്ലയ്ക്ക് 3 ജില്ലകളുമായി അതിർത്തിയുണ്ട്. പാലക്കാടിന് 2 ജില്ലകളുമായി മാത്രമാണ് അതിർത്തിയുള്ളത്. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? IBRD, IMF, WTO, WHO. IBRDയും IMFും ആണ് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത്. വേൾഡ് ബാങ്കിനെയും IMFിനെയും കൂടെ ചേർത്താണ് ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ IMF അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥാപനമാണ്. ഈ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ തന്നെ പ്രധാനപ്പെട്ട 5 കോർ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് IBRD എന്ന് പറയുന്നത്. പിന്നെ IDA, IFC, അങ്ങനെ 5 പേര് പ്രധാനമായിട്ടും ഉണ്ട്. അപ്പോൾ ഈ IBRD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. IMFO ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇത് രണ്ടും എന്താണ്? അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളാണ്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇനിയും WTO എന്താണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അത് ട്രേഡിനെ നിയന്ത്രിക്കുന്ന, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മറ്റേതോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം വിദേശ വിനിമയക്ഷാമവും എണ്ണ വില വർധനവും, വില ചുരുക്കവും, വിദേശ വിനിമയ മിച്ചവും, കയറ്റുമതി മിച്ചവും. ഇവിടെ പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും വില ചുരുക്കം ഉണ്ടായാൽ അല്ലെങ്കിൽ വിനിമയത്തിൽ മിച്ചമുണ്ടായാൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാവില്ല. അതുപോലെ തന്നെ കയറ്റുമതിയിലും മിച്ചം വന്നാൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാവില്ല. ക്ഷാമം വരുമ്പോഴല്ലേ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ 1 മാത്രമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ്? കേരളം, ഗോവ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ബീഹാർ, ഒഡീഷ, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്കായിരുന്നു. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കുക. ആധുനികവൽക്കരണം ശരിക്കും എന്തിനാണ് ഗുണം ചെയ്തിട്ടുള്ളത്? പുതിയ സാങ്കേതിക വിദ്യ വരാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. സ്വാശ്രയത്വം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫ് സസ്റ്റൈനബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറക്കുമതി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇറക്കുമതി ബദൽ. സമത്വം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ സാക്ഷാത്കാരമാണ് സമത്വം എന്ന് പറയുന്നത്. നീതിക്ക് പ്രത്യേകിച്ച് ചേരുന്ന ഒരു ഓപ്ഷനും അവിടെയില്ല. ഇവിടെ ഉത്തരം വരുന്നത് C ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്: ഹൈ ഈൽഡ് വെറൈറ്റി വിത്തുകൾ, സുസ്ഥിര വികസനം, രാസവളങ്ങളും കീടനാശിനികളും, ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ, ജൈവ വിത്തിൻ്റെയും ജൈവവളങ്ങളുടെ ഉപയോഗം. നിങ്ങൾക്കറിയാം, ഹൈ ഈൽഡ് വെറൈറ്റി വിത്തുകൾ ഉപയോഗിച്ചിരുന്നു, രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചിരുന്നു, ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന എന്താണ്? C ആണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര്? നീതി ആയോഗിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോഴുള്ള വൈസ് ചെയർമാൻ സുമൻ ബെറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമായിരുന്നു? അന്ന് 50% നികുതി വർധനമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏത്? ബ്രിട്ടീഷ് പദ്ധതിയായിട്ടുള്ള ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേത്? രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21(b)യിലാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ C ആണ് ആൻസർ വരുന്നത്.
ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21B അല്ല 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ 42ാം ഭേദഗതിയുമായി ഇതിനൊരു ബന്ധവുമില്ല. 2002 86ാം ഭേദഗതിയിലൂടെയാണ് ഇത് നിലവിൽ വരുന്നത്. സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്ക്? സൈബർ നിയമം എന്ന് പറയുന്നത് ഒരു റെസിഡ്യൂറി പവറാണ്. റെസിഡ്യൂറി പവേഴ്സിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര പാർലമെൻറ്റിനാണുള്ളത്. ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ ശ്രദ്ധിക്കണം, ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്നാണ് നമ്മളുടെ പ്രിയാമ്പിളിൽ പറയുന്നത്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു. ഈ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്ന് പറയുന്നത് 42nd അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്തതാണ്. പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമാണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഇത് രണ്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിയിൽ ഇൻറ്റഗ്രിറ്റിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്നുള്ളതാണ് ആഡ് ചെയ്തേക്കുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്താണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡാണ് ആൻസർ വരുന്നത്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. യൂണിഫോം സിവിൽ കോഡ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? DPSPയിലെ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പരാമർശിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആര്? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് ജനറൽ അനിൽ ചൗഹാൻ ആയിരുന്നെങ്കിലും ഇപ്പോൾ NS രാജസുബ്രഹ്മണ്യമാണ് നമ്മുടെ സംയുക്ത സൈനിക മേധാവി. അദ്ദേഹം മെയ് 2026 ചുമതലയേൽക്കുന്നത്. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? നിഴൽ പദ്ധതി. സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്നത്. തെറ്റാണ്. ഗവർണറുടെ നേതൃത്വത്തിലല്ല. ഗവർണർ എന്ന് പറയുന്നത് ഒരു സെറിമോണിയൽ ഹെഡാണ്. യഥാർത്ഥ നേതൃത്വം എന്ന് പറയുന്നത് ആരാണ്? യഥാർത്ഥ ഭരണപരമായ നേതൃത്വം സംസ്ഥാന മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയ്ക്കാണ്. എന്തിൽ? സംസ്ഥാന സിവിൽ സർവീസിന് മുകളിൽ ഉള്ളത്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി KV മനോജ് കുമാറാണ് ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ജൂൺ 5 എന്താ? ലോക പരിസ്ഥിതി ദിനം. മാർച്ച് 22 എന്താ? ലോക ജലദിനം. മാർച്ച് 21 ലോക വനദിനം. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയോജന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് മന്ദഹാസം പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തങ്ങൾ വെച്ച് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണിത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം ജില്ലയാണ് ഉത്തരമായിട്ട് വരുന്നത്. ചിക്കൻ പോക്സ് രോഗമുണ്ടാക്കുന്ന വൈറസ് വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. വാരിയോള വൈറസോ സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി ഉണ്ടാക്കുന്നതാണ്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്നത്. എന്നാൽ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നതോ റോഡ് കോശങ്ങളാണ്. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അൾഡോസ്റ്റിറോൺ ആണ് ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അൾഡോസ്റ്റിറോൺ ഉപ്പ് നിലനിർത്തുന്ന ഹോർമോൺ ആണെങ്കിൽ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ത്രോംബോസൈറ്റുകളുടെ അളവ് കുറയുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്. കാരണം
രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് ത്രോംബോസൈറ്റുകൾ. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? IUCN ആണ്, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഡ്വേർഡ് വിൽസൺ ആണ് ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ. ഇനിയും ഏണസ്റ്റ് ഹെക്കൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എക്കോളജി എന്ന പദം രൂപീകരിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ആർതർ ടാൻസ്ലി എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച ആളാണ്. എക്കോസിസ്റ്റം. 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതാണ്? ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ എന്ന് പറയുന്നത് മോസ്കിറിക്സ് ആണ്. മോസ്കിറിക്സ് ആണ് മലേറിയ തടയുന്നതിനായിട്ട് 2021 അംഗീകരിച്ച വാക്സിൻ. മറ്റ് വാക്സിനുകളോ? ഹാവിഷർ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എയ്ക്കുള്ള വാക്സിനാണ്. അതുപോലെ തന്നെ സൈക്കോവ്-ഡി എന്ന് പറയുന്നതോ COVID-19 റിലേറ്റ് ചെയ്ത വാക്സിനാണ്. അതുപോലെ പ്രീവൈനാർ എന്ന് പറയുന്നത് ന്യൂമോഗ്നോകോക്കൽ രോഗങ്ങൾക്ക് എതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ്. ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നു.